This video is sponsored by SPO Digital Marketing. More details in description number contact. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. Instagram, Facebook பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷனில் കൊടുത്തിരിക്കുന്ന നമ്പർക്ക് വാട്സ്ആപ്പ് பண்ணுங்க. ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള 2 അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. ഞാൻ ഒരു 3 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്, എഗ്ഗ് ബിരിയാണി. അതിന് ഞാനിവിടെ 3 ഗ്ലാസ്, ഒരു മീഡിയം സൈസ്, ഇത് ഈ സൈസിനുള്ള ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 3 ഗ്ലാസ് അരി ഞാനെടുത്ത് കുതിർത്തിട്ടില്ല, കഴുകിയിട്ട് വെള്ളം ഊറ്റാനായിട്ട് അരിപ്പ പാത്രത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിനകത്തിട്ട് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നമ്മൾ എത്രയും നേർമനെ അരിഞ്ഞിടാൻ പറ്റുമോ അത്രയും നേർമിച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നാലേ ആ മസാല അങ്ങോട്ട് വെന്ത് ആ നൂൽ പരുവം പോലെ ആവണം. വളരെ നേർമയായിട്ട് നൂല് പോലെ ആയി കിട്ടണം നമുക്ക് മസാല. ബിരിയാണിയുടെ മസാല നിങ്ങൾ കണ്ടിട്ടില്ലേ, അത്ര തിക്നെസ് ഉണ്ടാവില്ല, നല്ല നേരിയതായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ കുറച്ച് നന്നായിട്ട് വേഗം വഴഞ്ഞ് കിട്ടും. അതിന് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഞാൻ ഒരു 2 സവാള എടുത്തേക്കുന്നത്. സവാള ഇട്ടതിന് ഉടനെ തന്നെ നമ്മൾ തക്കാളി ഇടരുത്. സവാളയുടെ ഒരു വെള്ളം ഒന്ന് പോയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കൈക്ക് റെസ്റ്റ് കൊടുക്കരുത്, പിന്നെ അത് വേഗം അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ 2-3 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ മസാല കണ്ടോ നിങ്ങൾ, ഒട്ടിപ്പിടിച്ച് അങ്ങനെ കുഴഞ്ഞ പരുവായിട്ടുണ്ട്. നമ്മുടെ മസാല ഇനി നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. കുക്കറിലോട്ട് 3.5 ടീസ്പൂൺ 6 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറിയ രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ഫ്രൈ ചെയ്യാം. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഈ തിളച്ച വെള്ളം ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിനകത്തേട്ട് ഒരു പച്ചമുളക് മാത്രം, ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുക്കർ തുറന്ന് നോക്കി റൈസ് വെന്തിട്ടുണ്ടോ നോക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ കുക്കർ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോസായി. ഇതുണ്ടാക്കാൻ ഞാൻ 1/2 അവറിൽ കൂടുതൽ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി റെസിപ്പിയാണ്. അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.